നമസ്കാരം. ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം. RSS സർസംഘ് ചാലക് ശ്രീ മോഹൻജി ഭാഗവതിന് കേരളത്തിലേക്ക് സ്വാഗതം. ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. 6 ദിവസം അദ്ദേഹം കേരളത്തിൽ വിവിധ വിദ്യാഭ്യാസ പരിപാടികളിൽ പങ്കെടുക്കും. 29 വൈകിട്ടോ അടുത്ത ദിവസം രാവിലെയോ മടങ്ങിപ്പോകും എന്നാണ് അറിയുന്നത്. RSS നേതൃത്വം നൽകുന്ന ശിക്ഷാ സംസ്കൃതി ഉത്ഥാനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള സർവകലാശാലകളിലേത് കൂടാതെ കേരളത്തിലെ 5 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെയും സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സമ്മേളനത്തിന് ഇട്ടിരിക്കുന്ന പേര് ജ്ഞാനസഭ എന്നാണ്. വിദ്യാഭ്യാസ വിചക്ഷണരും പണ്ഡിതന്മാരുമായ 1000-ൽ അധികം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. ജൂലൈ 27-28 തീയതികളിൽ ഇടപ്പള്ളി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെഡിക്കൽ റിസർച്ച് സെന്ററിൽ നടക്കുന്ന ജ്ഞാനസഭ സമ്മേളനം ശ്രീ മോഹൻജി ഭാഗവത് ഉദ്ഘാടനം ചെയ്യും. പിറവം വെളിയനാട് ശങ്കരനിലയത്തിൽ നടക്കുന്ന ചിന്തൻ ബൈഠക്കാണ് അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി. സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തിൽ AICTE ചെയർമാൻ പ്രൊഫസർ TG സീതാറാം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഭാരതീയ ജ്ഞാന പരമ്പര ദേശീയ കോർഡിനേറ്റർ പ്രൊഫസർ ഗാന്ധി S മൂർത്തി, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് സെക്രട്ടറി ഡോക്ടർ പങ്കജ് മിത്തൽ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. ദേശീയ വിദ്യാഭ്യാസ നയം NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അനുസൃതമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച ചർച്ചകളാണ് ഈ സമ്മേളനം ലക്ഷ്യമാക്കുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പന്നർ രാജ്യം വിടുന്നത് കേരളത്തിന്റെ മാത്രം ഉത്കണ്ഠ അല്ല എന്നും രാജ്യം ഒന്നാകെ ആശങ്കപ്പെടുന്ന വിഷയമാണ് ഇത് എന്നും ഡോക്ടർ അതുൽ കോത്താരി പ്രസ്താവനയിലൂടെ അറിയിച്ചു. ലോകത്തിലെ മികച്ച സർവകലാശാലകളുടെ പട്ടികയിൽ നമ്മുടെ സർവകലാശാലകൾ ഒന്നും തന്നെ നിലവിലില്ല. ഈ പട്ടികയിലേക്ക് ഭാരതീയ സർവകലാശാലകളെ എത്തിക്കുക എന്നതാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. അതിനൊപ്പം തന്നെ മൂല്യബോധവും ധാർമ്മികതയും പകർന്നു നൽകുക, ശരിയായ ചരിത്രബോധവും ദേശസ്നേഹവും നൽകുക എന്നിവയും ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങളാണ്. കേരളത്തിൽ കൂടുതലുമുള്ളത് സംസ്ഥാന സർവകലാശാലകളാണ്. ഇതിന്റെ നിലവാരവും കേന്ദ്ര സർവകലാശാലകൾക്കൊപ്പം എത്തേണ്ടതുണ്ട്. അത് തന്നെ ഈ സമ്മേളനത്തിന്റെ മറ്റൊരു ലക്ഷ്യമാണ്. 27-ന് വൈകിട്ട് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഭാരതീയത എന്ന വിഷയത്തെ അധികരിച്ച് നടക്കുന്ന സംവാദത്തിൽ സംസ്ഥാന ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 1000-ലധികം പ്രഗത്ഭരും അധ്യാപകർ ഉൾപ്പെടെയുള്ളവരും പങ്കെടുക്കും. 28-ന് നടക്കുന്ന സമ്മേളനത്തിൽ 200 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ, കേന്ദ്രീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ, ആത്മീയ സ്ഥാപനങ്ങളുടെ മേധാവികൾ തുടങ്ങിയവരും പങ്കെടുക്കും. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പരിഷ്കരണം കൊണ്ടുവരാനുള്ള RSS പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് കേരളത്തിൽ ഇതം പ്രഥമമായി ഈ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. വന്ദേ മാതരം.